ഓം ഹരി ഓം. ഭഗവത്ഗീത 18-ാം അധ്യായം പാരായണം. ഓം ശ്രീ പരമാത്മനേ നമഃ. അഥ അഷ്ടാദശോऽധ്യായഃ. അർജുന ഉവാച സന്ന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദന. ശ്രീഭഗവാനുവാച കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ത്യാജ്യം ദോഷവദിത്യേകേ ദോഷവദ് ഇതി ഏകേ ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ. യജ്ഞദാനതപഃകർമ്മ ന ത്യാജ്യമിതി ചാപരേ. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമ. ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധ സംപ്രകീർത്തിതഃ. യജ്ഞദാനതപഃകർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ. നിശ്ചിതം മതമുത്തമം നിയതസ്യ തു സന്ന്യാസഃ കർമ്മണോ നോപപദ്യത്തെ. ന ഉപപദ്യതയാണ്, നോപപദ്യത്തെ. മോഹാത് തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. താമസഃ പരി എന്ന് വായിക്കണം. താമസഃ പരികീർത്തിതഃ. ദുഃഖമിത്യേവ യത് കർമ്മ കായക്ലേശഭയാത് ത്യജേത്. സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേർജുന. സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗഃ സാത്വികോ മതഃ. ന ദ്വേഷ്ട്യകുശലം കർമ്മ കുശലേനാനുഷജ്ജതേ. ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവി ഛിന്നസംശയഃ. ന ഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണി അശേഷതഃ. ണ്യായുടെ മുകളിൽ ഒരു ആ എഴുതുകയാണെങ്കിൽ കർമാണി അശേഷതഃ എന്ന് നമ്മൾ വായിക്കും. യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയത്തെ. ത്യാഗി ഇതി അഭിധീയത്തെ എന്നാണ്. ഒന്നിച്ച് ത്യാഗീത്യഭിധീയത്തെ. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ ന തു സന്യാസിനാം ക്വചിത്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ. സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ. അവിടെ ഒരു വിസർഗമുണ്ട്. വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ. ദൈവം ചൈവാത്ര പഞ്ചമം. ശരീരവാങ് മനോഭിർയത്. അവിടെ നിർത്തുക. ശരീരവാങ് മനോഭിർയത്. പിന്നെ കർമ്മ പ്രാരഭതേ നരഃ. കർമ്മ തൊട്ട് വേറെയാണേ, 8 അക്ഷരം. യത് വരെ നിർത്തുക. എന്നിട്ട് പിന്നെ കർമ്മ പ്രാരഭതേ നരഃ
ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ തത്രൈവം സതി കർത്താരം എന്ന് വായിക്കാം. പിന്നെ ആത്മാനം കേവലം തുയഃ പശ്യത്യാകൃതബുദ്ധിത്വാത്. ആ പുസ്തകത്തിൽ നാണൻ കുഴപ്പമില്ല, എൻ്റെ പുസ്തകത്തിൽ ഇന്നാന്ന് എഴുതിയിരിക്കുന്നത്. ന സ പശ്യതി ദുർമതി പശ്യത്യാകൃതബുദ്ധിത്വാത് അവിടെ നിർത്തിയിട്ട് പിന്നെ ന സ പശ്യതി ദുർമതി യസ്യ നാഹംകൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ. ഇമാം ലോകാൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതും ശരിയാ, തെറ്റ് അല്ല, തിരുത്തേണ്ടതില്ല. ഇമാൻ ലോകാൻ എന്ന് വായിച്ചോളൂ. ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബധ്യതേ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹഃ ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദതഃ പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവത് ശൃണുതാന്യപി. യഥാവത് ശൃണു എന്നാണ് യഥാവത് ശൃണു ആയത്. അത് രണ്ടായിട്ട് പറയുകയാണെങ്കിൽ യഥാവത് ശൃണു, ഒന്നിച്ച് പറയുകയാണെങ്കിൽ യഥാവത് ശൃണു. ഈ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വായിക്കാം. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയം ഈക്ഷതേ. ഈക്ഷതേ കാണുന്നു എന്ന, ഭാവമവ്യയം ഈക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം പൃഥക്ത്വേന തു യത് ജ്ഞാനം. യത് ജ്ഞാനം എന്ന് വായിക്കാം. നാനാഭാവാൻ പൃഥക് വിധാൻ. പൃഥക് വിധാൻ, അത് അഗ്വി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൃഥക് വിധാന. വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം യത്തു കൃഷ്ണവദേകസ്മിൻ. യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തം അഹൈതുകം അതത്വാർത്ഥവദൽപം ച. വരെ നിർത്തണം. അതത്വാർത്ഥവദൽപം ച നിർത്തി. പിന്നെ തത് താമസമുദാഹൃതം. എഴുതിയിരിക്കുന്നത് തത് താമസം എന്നാണ് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. തത് താമസം എന്നാണ്. തത് താമസം. തത് താമസമുദാഹൃതം നിയതം സംഗരഹിതം. പിന്നെ മാ വെട്ടിയിട്ട് അരാഗദ്വേഷതകൃതം. അരാഗദ്വേഷത എന്നാക്കണം. നിയതം സംഗരഹിതം മാ വെട്ടുക. അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. യത്തത് സാത്വികമുച്യതേ യത് തു കാമേപ്സുനാ കർമ്മ. രണ്ട് തായുണ്ടെങ്കിൽ യത് തു എന്നാണെന്ന് ഓർത്തോണം കേട്ടോ. യത് തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തത് രാജസമുദാഹൃതം. തദ് രാജസം എന്ന് എഴുതിയിരിക്കുന്നത്. ദാ എഴുതിയിട്ട് ദ്ര എന്ന് എഴുതിയിരിക്കുക. ദാരിദ്ര്യം എന്നുള്ളതിൻ്റെ ദ്ര, അതാണ് തദ് രാജസം. അത് തത് രാജസം, അത് ഒന്നിച്ച് എഴുതിയപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതാണ്. തദ് രാജസമുദാഹൃതം. ചിലപ്പോൾ ആ പുസ്തകത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എനിക്ക് അറിഞ്ഞുകൂടല്ലോ എങ്ങനെയായിരിക്കുന്നു. ഞാൻ വായിക്കുന്ന പുസ്തകത്തിലെ വെച്ചാണ് ഞാനിങ്ങനെ പിരിച്ച് പറയുന്നത്. അനുബന്ധം ക്ഷയം ഹിംസാം അവിടെ നിർത്തുക. പിന്നെ മാ വെട്ടിയിട്ട് അനവേക്ഷ്യ ച പൗരുഷം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷ്യ ച പൗരുഷം മോഹാദാരഭ്യത്തെ കർമ്മ യത്തത് താമസമുച്യത്തെ മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹ സമന്വിതഃ സിദ്ധ്യ അസിദ്ധ്യോർനിർവികാരഃ
കർത്താ സാത്വിക ഉച്യത്തെ രാഗേ കർമ്മഫലപ്രേപ്സോർ ലുബ്ധോ ഹിംസാത്മകോ ശുചിഃ ഹർഷശോകാന്വിത കർത്താ രാജസഃ പരികീർത്തിതഃ അയുക്തപ്രാകൃതസ്തബ്ധഃ ഷഠോ നൈഷ്കൃതികോലസഃ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യത്തെ ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനം അശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യെ ഭയാഭയേ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യ അകാര്യെ ഭയ അഭയേ ഭയാഭയേ കാര്യാകാര്യെ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധിഃ സാ പാർത്ഥ സാത്വികീ യയാ ധർമ്മം അധർമ്മം ച ധർമ്മം എഴുതുക, പിന്നെ മാ വെട്ടിയിട്ട് അധർമ്മം ഒന്നും കൂടെ. യയാ ധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യമേവ ച കാര്യം ച അകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിഃ സാ പാർത്ഥ രാജസി അധർമ്മം ധർമ്മമിതി യാ അവിടം വരെ വേണേ. അധർമ്മം ധർമ്മമിതി യാ അവിടെ യാ കഴിഞ്ഞിട്ട് കോമായിട്ട് വെക്കുക. മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിഃ സാ പാർത്ഥ താമസി ധൃത്യാ യയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേനാവ്യഭിചാരിണ്യാ ധൃതിഃ സാ പാർത്ഥ സാത്വികീ യയാ തോ ധർമ്മകർമാർത്ഥാൻ ധൃത്യാ ധാരയതേർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതിഃ സാ പാർത്ഥ രാജസി യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതിഃ സാ പാർത്ഥ താമസി സുഖം ത്വിദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാത് രമതേ യത്ര ദ്ര എന്നാണെങ്കിൽ അത് രണ്ടായിട്ട് പിരിച്ച് വായിച്ചോണം. അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി യത്തദഗ്രേ വിഷമിവ യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം വിഷയേന്ദ്രിയസംയോഗാത് യത്തദഗ്രേ മൃതോപമം വിഷയേന്ദ്രിയ സംയോഗാത്. പിന്നെ യാ യത്തദഗ്രേ അമൃതോപമമാണ് അവിടെ പ്രശ്ലേഷം കണ്ടോ. അപ്പോൾ ഒന്നിച്ച് വായിക്കണം. യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത് സുഖം രാജസംസ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോദ്ധം തദ് താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ അവിടം വരെ. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിः സ്യാത്രിഭിർഗുണൈः സത്വം പ്രകൃതിജൈർമുക്തം യദേഭിः സ്യാത് ത്രിഭിർഗുണൈः. ഇവിടെ നിർത്താം ഇന്നത്തേത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് പിന്നീട് വായിച്ചിടാം. ഹരി ഓം.
ശോകപുന്നാഗസൗഗന്ധികലസത്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമൺ. ഹരി ഓം. ഹരി ഓം. ഭഗവത്ഗീത 17-ാം അധ്യായം, സപ്തദശോധ്യായ. അഥ സപ്തദശോധ്യായ. അർജുന ഉവാച. യേ ശാസ്ത്രവിധിമുത്സൃജ്യ ഓം